ഉടായിപ്പ് 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 നമ്പർ 1 ഉടായിപ്പ്. പ്രിയപ്പെട്ടവരെ, ഓണക്കാലമായി കേരളത്തിലെ എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഇലക്ട്രോണിക്സ് ഗ്രഹോപകരണ വിൽപ്പനക്കാരുടെ ഫുൾ പേജ് കളർ പരസ്യങ്ങൾ, മെയിൻ വാർത്തകളൊക്കെ മാറ്റിവെച്ചിട്ട് ഇവന്മാരുടെ നമ്പർ 1 ഉടായിപ്പ് പരസ്യങ്ങൾ വന്നു തുടങ്ങി. 1,00,000 രൂപയുടെ ഫ്രിഡ്ജ് എത്രയ്ക്കാണ് തരാൻ പോണത്? 1,00,000 രൂപയുടെ ഫ്രിഡ്ജ് നിങ്ങൾക്ക് തരാൻ പോണത് 20,000 രൂപയ്ക്ക്. 70,000 രൂപയുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് തരാൻ പോണത് ഞങ്ങൾ 15,000 രൂപയ്ക്ക്. പരസ്യം കണ്ടാൽ ഉടനെ ഓട്ടോ വിളിച്ചതെല്ലാം പോയി വാങ്ങും. നിങ്ങൾ വെറുതെ കിട്ടുന്ന പോലെ വിലക്കുറവാണ് എല്ലാ സാധനങ്ങൾക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒന്നുകൂടി പറയുന്നു, ഇതെല്ലാം ശുദ്ധ 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 തട്ടിപ്പാണ്. നിങ്ങളെ പറഞ്ഞു പറ്റിക്കാനുള്ളതാണ് ഈ നാറിയ പരസ്യങ്ങൾ. ഒരു സ്ഥാപനത്തിന്റെ അല്ല, ഇതേപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളും നടത്തുന്ന തട്ടിപ്പ് ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ്, ഒരേ ട്രാക്കാണ്. 20,000 രൂപയ്ക്ക് കിട്ടുമെന്ന് പരസ്യത്തിൽ പറയുന്ന 1,00,000 രൂപയുടെ TV നിങ്ങൾ വാങ്ങാൻ ചെന്നാൽ ശൂന്യാകാശം അതവിടെ ഉണ്ടാവില്ല. ശൂന്യതയിൽ പോയി പറയും, അയ്യോ സാറേ, മാഡം അത് വിറ്റുപോയി, ഇനി സ്റ്റോക്കില്ല എന്ന സ്ഥിരം സ്റ്റോക്ക് മറുപടിയാവും നിങ്ങൾക്ക് ലഭിക്കുക. അത് പരസ്യം കണ്ട് കടയുടെ ഷട്ടർ തുറക്കുന്ന സമയത്താണ് നമ്മൾ ചെല്ലുന്നതെങ്കിലും ഇതേ മറുപടി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. കടയിൽ നിങ്ങളെ എത്തിക്കുക മാത്രമാണ് ഈ 60%, 50% വിലക്കുറവ് വിൽപ്പനയുടെ ഏക ലക്ഷ്യം. ഈ കടകളിൽ 1,00,000 രൂപയുടെ TV 20,000 രൂപയ്ക്ക് മേടിക്കാൻ ചെന്ന ഒരാൾ ആ TV വിറ്റുപോയി എന്നറിയുമ്പോൾ ഒന്നും വാങ്ങാതെ തിരിച്ചു പോരുമോ? പെണ്ണും പിള്ളേയും പിള്ളേരൊക്കെ ആയിട്ട് പോണതാ, മേടിക്കാതെ പോന്നു കഴിഞ്ഞാൽ നാണക്കേടാവില്ലേ? അങ്ങനെ പോരില്ലെന്ന് പത്രപരസ്യം ചെയ്യുന്ന ഈ കട മുതലാളിമാർക്കറിയാം. 1,00,000 രൂപയുടെ TV 20,000 രൂപയ്ക്ക് ചെല്ലുന്നയാൾ 30,000 രൂപയുടെ TV 30,000 രൂപയ്ക്ക് വാങ്ങി തിരിച്ചു പോരുന്നു. ഇതൊരു തട്ടിപ്പ്. ഇതിലും വലിയ മറ്റൊരു തട്ടിപ്പാണ് മറ്റൊരു രീതിയിൽ ഈ വമ്പിച്ച ഡിസ്കൗണ്ട് സെയിലുകളിൽ നടക്കുന്നത്. വില കൂട്ടി പിന്നെ വില കുറച്ച് നൽകുക. ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ വ്യാപാര വിജയമെന്ന് വിശ്വസിക്കുന്ന ഒരു തുണിക്കട. അവിടെ കല്യാണ വസ്ത്രങ്ങളും എല്ലാ വസ്ത്രങ്ങളും കിട്ടും. കൂടാതെ പേരിനും ഉണ്ട് ഒരു കല്യാണം. കച്ചവടത്തിന് കൂട്ടായി കല്യാണിക്കുട്ടിയുമായുള്ള കടയുടെ തൊടുപുഴയുടെ ശാഖയിൽ ഒരു വമ്പിച്ച ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നു. 50% കൂടുതൽ വിലക്കുറവാണ് പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഒരാൾ ഒരു സാരി വാങ്ങി, പെണ്ണുപിള്ളയ്ക്ക് കൊടുക്കാനായിരിക്കും. പരസ്യത്തിൽ പറഞ്ഞ 50% കൂടുതൽ വിലക്കുറവിൽ സാരി വാങ്ങിയാൽ സാരി വാങ്ങി വീട്ടിലെത്തിയപ്പോൾ സാരിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഒരു സ്റ്റിക്കർ കാണുക. സാരി വാങ്ങിയ വിലയിലും വളരെ കൂടുതലായിരുന്നു ആ സ്റ്റിക്കറിലെ വില. തനിക്ക് സാരി വളരെ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടിയല്ലോ എന്ന ആശ്വാസത്തോടെ സന്തോഷത്തോടെ അയാൾ ആ സ്റ്റിക്കർ പൊളിച്ചു മാറ്റി. അപ്പോൾ ആ സ്റ്റിക്കറിന് താഴെ വേറൊരു സ്റ്റിക്കർ. ആ സ്റ്റിക്കറിലെ വില അയാൾ കൊടുത്ത വിലയിലും ഒരുപാട് കുറവായിരുന്നു. ശരിക്കും അതായിരുന്നു ആ സാരിയുടെ വില. കാര്യം സിമ്പിളാണ്, വില കൂട്ടി വില കുറച്ച് കൊടുക്കുക. എല്ലാം വിശ്വസിച്ച് വെറുതെ ഇരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അദ്ദേഹം കൺസ്യൂമർ കോടതിയിൽ പോകുന്നു, നഷ്ടപരിഹാരം നേടുന്നു. ഇനി എറണാകുളത്ത് ഒരാൾ 3G ആയ കാര്യം പറയാം. അതൊരു ചെറിയ 3G അല്ല, അറിയാമല്ലോ 3G എന്ന് പറഞ്ഞപ്പം മൈജി. അതെ, വലിയ G ആയിരുന്നു. കേരളത്തിൽ 200-ലധികം ശാഖകൾ ഉള്ള ഒരു സ്ഥാപനമാണത്. അവരുടെ സ്ഥാപനങ്ങളിൽ 60% പരം വിലക്കുറവിൽ ഒരു മഹാ ഡിസ്കൗണ്ട് സെയിൽ അവർ പ്രഖ്യാപിക്കുക. അത് പറഞ്ഞില്ലേ, മൈജി. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പതിവ് പോലെ ഫുൾ പേജ് പരസ്യം അവരിടുന്നു. 60% ഡിസ്കൗണ്ട്. കൊള്ളാലോ എന്ന് കരുതി ജനം അവരുടെ ഷോറൂമുകളിലേക്ക് ഇടിച്ച് കയറി ചെന്നു. അങ്ങനെ കയറി 3G ആയി പലരും. മൈജിയിൽ പോയി 3G ആയി. എറണാകുളത്തുള്ള ഒരാൾ അവരുടെ എറണാകുളം ഷോറൂമിൽ നിന്ന് ഒരു ബിരിയാണി കുക്കർ വാങ്ങി. ഏകദേശം 7,000 രൂപയാണ് സ്റ്റിക്കറെ വിലയിട്ടിരിക്കുന്നത്. 60% കഴിഞ്ഞുള്ള പണം കൊടുക്കുന്നു. വീട്ടിൽ വന്ന് അദ്ദേഹം ബില്ല് നോക്കുമ്പോൾ ബിരിയാണി കുക്കറിന് 7,000 രൂപ ഇല്ല, അതിൽ കുറവേ ഉള്ളൂ. വിലക്കുറവുണ്ട്, എന്നാൽ പരസ്യത്തിൽ പറഞ്ഞ 60% ഇല്ല, 5-10 ഉള്ളൂ. ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുത്തു. കോടതി പലതവണ ഹാജരാവാൻ പറഞ്ഞിട്ടും കടയുടെ മുതലാളി അത് കേട്ടില്ല. പണത്തിന്റെ ഹുങ്ക് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ടായിരിക്കാം. അവസാനം മുതലാളിയെ കേൾക്കാൻ നിൽക്കാതെ നമ്മുടെ കോടതി വിധി വന്നു. പരാതിക്കാരൻ നഷ്ടപരിഹാരവും കോടതി ചിലവും നൽകാൻ കോടതി വിധിച്ചു. ഇങ്ങനെ ചതിക്കപ്പെട്ട ചിലരെങ്കിലും കോടതികളിൽ പോകുന്നുണ്ട്, നഷ്ടപരിഹാരം നേടുന്നുണ്ട്. ഈ ഓണക്കാല മഹാ ഡിസ്കൗണ്ട് വിൽപ്പനകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചതികൾ ഇവ മാത്രമല്ല പ്രിയപ്പെട്ടവരെ. ഔട്ട്ഡേറ്റഡ് ആയ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങളാവും ഇങ്ങനെ വിൽക്കുക. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ കാര്യം നമുക്കറിയാം. ഓരോ ദിവസവും പുതിയ ഫീച്ചറുകളാണ് ഇപ്പോൾ ക്യാമറയിലായാലും TV-യിലായാലും ഫ്രിഡ്ജിലായാലും വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ ഫീച്ചറുകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വിൽപ്പന സാധ്യത ഇല്ലാതാവുന്ന വിറ്റഴിക്കാനുള്ള തന്ത്രം മാത്രമാണ് പല മഹാവിൽപ്പനകളും. മഹാവിലക്കുറവിനൊപ്പം മനം മയക്കുന്ന സമ്മാനങ്ങളുണ്ട്, സൗജന്യങ്ങളും പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്വർണ്ണനാണയങ്ങൾ കിട്ടും, വിദേശ യാത്രകളുണ്ട്, വില കൂടിയ ഫ്ലാറ്റുകൾ, ഇവയെല്ലാം സമ്മാനമായി വാഗ്ദാനം ചെയ്യപ്പെടുന്നു. കോപ്പ് കിട്ടും നിങ്ങൾക്ക്.
സാമാന്യബോധമുള്ള ആർക്കും ഒറ്റ വായനയിൽ തന്നെ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാവുന്ന പരസ്യത്തെ വിശ്വസിച്ചാണ് മലയാളികൾ ഈ ചതിയിൽ ചെന്ന് ചാടുന്നത്. എന്ത് കഷ്ടമല്ലേ. ഒന്ന് രണ്ട് കാര്യങ്ങളൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരാൾ ഒരു സാധനവും നിങ്ങൾക്ക് വെറുതെ തരികയില്ല. മറ്റുള്ളവരെ നന്നാക്കാനല്ല ആരും കച്ചവടം ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മഹാ ഡിസ്കൗണ്ട് മേളകളുടെ പരസ്യങ്ങൾ കാണുമ്പോൾ അതെല്ലാം പണ്ട് നാട്ടുകാരെ മൊത്തം പറ്റിച്ച ആടുതേക്ക് മാഞ്ചത്തിൻ്റെ പുതിയ അവതാരമാണെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയണം. ഒരു ഉൽപ്പന്നവും അതിൻ്റെ യാഥാർത്ഥ വിലയിൽ നിന്നും ഇവർ പറയുന്ന വമ്പിച്ച വിലക്കുറവിൽ വിൽക്കാനാവില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. കച്ചവടക്കാർ എത്ര ബൾക്ക് പർച്ചേസ് നടത്തിയാലും ഇങ്ങനെ വിൽക്കാൻ കഴിയില്ല. അതാദ്യം നിങ്ങൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം. അതൊരു കോമൺ സെൻസ് ആണ്. എന്ന് വെച്ചാൽ സാമാന്യ ബുദ്ധി, സാമാന്യ യുക്തി. ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തിയും വലുപ്പവും മനസ്സിലാക്കണമെങ്കിൽ ചെറിയൊരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഈ ചെറിയ കേരളത്തിൽ എത്രയോ അധികമാണ് ഗൃഹോപകരണ വിൽപ്പനശാലകളുള്ളത്. ചില സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ മാത്രം 200-ലധികം ശാഖകളുണ്ട്. ഒരു 100 മീറ്റർ ചുറ്റളവിൽ തന്നെ കാണും 10-ലധികം സ്ഥാപനങ്ങൾ. തട്ടിപ്പിൻ്റെ മൊത്ത കച്ചവടക്കാരായി ഇവരുടെ തട്ടിപ്പിൻ്റെ അടിസ്ഥാനം രണ്ടാണ്. ഒന്ന്, കേരളത്തിലെ മാധ്യമങ്ങളുടെ പിന്തുണ. രണ്ട്, നമ്മൾ മലയാളികളുടെ മനഃശാസ്ത്രം. ഇവരുടെ തട്ടിപ്പിന് ഇരയാവുന്നതിൽ ചിലരെങ്കിലും കൺസ്യൂമർ കോടതിയെ സമീപിക്കുന്നുണ്ട്, അനുകൂല വിധി നേടുന്നുണ്ട്. പക്ഷേ അത്തരം കേസുകളുടെ വാർത്തകൾ, വിധികളുടെ വാർത്തകൾ ഒരു പത്രത്തിലും വരികയില്ല, ചാനലുകളിലും വരികയില്ല. കാരണം ഇവർ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങൾ. കേരളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ കൊച്ചിൻ എഡിഷനിൽ മുൻപേജിൽ ഫുൾ പരസ്യം ചെയ്താൽ ഏകദേശം 20 ലക്ഷത്തോളം രൂപ വരും. ഒരു തവണ പരസ്യം ചെയ്യാൻ മാത്രമാണ് കേട്ടോ. കേരളം മുഴുവൻ പരസ്യം ചെയ്യാൻ അത് കോടികളാവും. ഓണം അടുത്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ സ്ഥാപനങ്ങളുടെ എത്രയോ ഫുൾ പേജ് പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരുവോണം വരെ മിക്കവാറും എല്ലാ ദിവസവും ഇനിയും ഇതുപോലെ ഫുൾ പേജ് കളർ പരസ്യങ്ങൾ പ്രമുഖ പത്രങ്ങളിൽ കാണും നിങ്ങൾ. എത്രയോ കോടികളാവും ഈ പരസ്യങ്ങളിൽ നിന്നും ഓരോ പത്രവും വരുമാനം ഉണ്ടാക്കുക. പ്രത്യേകിച്ച് പ്രമുഖ പത്രങ്ങൾ, അതേപോലെ ചാനലുകളും. അപ്പോൾ ഒരു പത്രവും ഒരു ചാനലും ഈ തട്ടിപ്പുകാരെക്കുറിച്ച് ഒരക്ഷരം കമാകുമാ മിണ്ടുകയില്ല. രണ്ടാമത് പറഞ്ഞ കാര്യം മലയാളികളുടെ സൈക്കാണ്, മലയാളികളുടെ മനഃശാസ്ത്രം. മറ്റുള്ളവരെക്കാൾ എളുപ്പത്തിൽ തട്ടിപ്പിൽ ചെന്ന് തലവെച്ച് കൊടുക്കുമെങ്കിലും ബുദ്ധി കൂടിയത് കൊണ്ട് അത് പുറത്തു പറയാല്ല, നാണക്കേടാ. മലയാളിമാർക്ക് ഇത് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർ 99% ഡിസ്കൗണ്ട് എന്ന് വരെ പറഞ്ഞ് മലയാളികളെ പറ്റിക്കും. ഓണസമയത്ത് കൂടുതലായിട്ട് പറ്റിക്കും. ഈ ചതിയിൽ ചെന്ന് വീഴാതിരിക്കാൻ ഒറ്റ വഴിയുള്ളൂ, ഒറ്റ വഴി. ഓണക്കാലത്തെ വിലക്കുറവിൻ്റെ മഹാവിൽപ്പനകളെല്ലാം തന്നെ മഹാ തട്ടിപ്പാണെന്ന് പ്രിയപ്പെട്ട ജനങ്ങൾ തിരിച്ചറിയുക. ആ വിൽപ്പനകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങി വഞ്ചിതരാവാതിരിക്കാൻ ശ്രമിക്കുക. ഈ പരസ്യങ്ങൾ കണ്ടു സാധനങ്ങൾ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. പത്രപരസ്യങ്ങളിൽ വമ്പിച്ച വിലക്കുറവ് എന്ന് പറയുന്ന TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ക്യാമറ, മൊബൈൽ എക്സെട്ര എന്നിവയുടെ വില നിങ്ങൾ ഓൺലൈനിൽ പരിശോധിക്കണം. ഓണം സെയിലിൽ വിലക്കുറവ് എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങളുടെ വില നേരത്തെ എത്രയായിരുന്നെന്ന് നിങ്ങൾ പരിശോധിക്കണം. വിലക്കുറവിൻ്റെ ഓണം മേളയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ തീയതി നോക്കി അത് ഔട്ട്ഡേറ്റ് അല്ലെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. സൗജന്യങ്ങളിലും സമ്മാനങ്ങളിലും മയങ്ങി വീടരുത്. ആരും ഒന്നും വെറുതെ കൊടുക്കില്ലെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങളുടെ ഓരോ പൈസയും നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പൈസയാണ്. വിലക്കുറവിൻ്റെ ഓണക്കാല വിൽപ്പന എന്ന ചതിയിൽ ചെന്ന് ചാടാതിരിക്കുക. നന്ദി പ്രിയപ്പെട്ടവരെ.